Hi students, welcome to VKP Commerce Education channel. Please stay home, stay safe. Subscribe and follow this channel for new updates. Hi students, today we are going to discuss about forfeiture of shares which were issued at discount. Forfeiture of shares which were issued at discount. നമുക്ക് ഓൾറെഡി സിറ്റുവേഷൻ അറിയാം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് ഇപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രിയിലോട്ട് പോവാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്, ടു ഷെയർ അലോട്ട്മെന്റ് അടയ്ക്കാത്ത സംഖ്യ, ടു ഷെയർ ഫസ്റ്റ് ഓർ സെക്കൻഡ് കോൾ അക്കൗണ്ട്, അത് അടയ്ക്കാത്ത സംഖ്യ, ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ദാറ്റ് ഈസ് പെയ്ഡ് അടച്ച സംഖ്യ, ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട്. 10 രൂപ വിലയുള്ള ഷെയർ ഫോർ എക്സാമ്പിൾ 10% ഡിസ്കൗണ്ടിൽ 9 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് എങ്കിൽ 10 രൂപ വിലയുള്ള 1 രൂപ ഡിസ്കൗണ്ടിൽ 9 രൂപയ്ക്ക് വിറ്റു. ആ ഷെയർ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ അലോട്ട്മെന്റ് മണിയോ ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ അടയ്ക്കാത്തത് കാരണം ആ ഒരു ഷെയർ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു ഫോർഫീച്ചർ വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജേണൽ എൻട്രി ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോർഫീറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടതിനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പോൾ അവിടെ എന്ത് വരും, കോൾഡ് അപ്പ് എമൗണ്ട് ആണ്. കോൾഡ് അപ്പ്, അപ്പോൾ കോൾഡ് അപ്പിൽ എന്ത് വരും, കോൾഡ് അപ്പ് കൺസിഡറിങ് ഓർ ഇൻക്ലൂഡിങ് ഡിസ്കൗണ്ട് സഹിതം എന്ത് ചെയ്യണം, കോൾഡ് അപ്പ് എമൗണ്ടിനെ ചേർക്കണം. ഫോർ എക്സാമ്പിൾ 10 രൂപ വിലയുള്ള ഷെയർ 9 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, 1 രൂപയുടെ ഡിസ്കൗണ്ട് ആണ്. കോൾഡ് അപ്പ് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ചേർത്തിട്ട് വരെ ഉള്ള കോൾഡ് അപ്പ് എമൗണ്ട് വേണം ഷെയർ ക്യാപിറ്റലിലേക്ക് ഡെബിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഷെയർ അലോട്ട്മെന്റ് അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് ഷെയർ അലോട്ട്മെന്റിലോട്ട് വരിക. അതുപോലെ തന്നെ ഷെയർ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ ആസ് ദ കേസ് മേ ബി. കേസിനനുസരിച്ച് ആ കോളുകൾ ഏതാണെങ്കിൽ ഫസ്റ്റ് കോൾ ഓർ സെക്കൻഡ് കോൾ എന്നുള്ള രൂപത്തിൽ അത് എഴുതുക. അൺപെയ്ഡ് എമൗണ്ട്. ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി പെയ്ഡ് എമൗണ്ട് പെയ്ഡ്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട്, അതെന്തായിരിക്കും, എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ application money rupees 3, allotment rupees 1, ഡിസ്കൗണ്ട് അവിടെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് 1, രണ്ടും കൂടി ചേർത്തിട്ട് അലോട്ട്മെന്റിന്റെ എമൗണ്ട് ₹2. ഫസ്റ്റ് കോൾ ₹3, ഫൈനൽ കോൾ ₹2.
2. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻ മണി 3, അലോട്ട്മെൻറ്റ് 1, ഡിസ്കൗണ്ട് 1, 2 രൂപ അവിടെ വരും ക്യാപിറ്റൽ പോർഷനിലോട്ട്. ദെൻ ഫസ്റ്റ് കോൾ 3, ഫൈനൽ കോൾ 2. 2 3 5 2 7 3 10 രൂപ. ഫേസ് വാല്യൂ 10 രൂപ. ഡിസ്കൗണ്ട് 1 രൂപ. ഡിസ്കൗണ്ട് 1 രൂപ ഇസ് ഈക്വൽ ടു 1 രൂപ. ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു 1 രൂപ. ഇഷ്യൂ ചെയ്യപ്പെടുന്നത് 9 രൂപയ്ക്ക്. ശ്രദ്ധിക്കുക, ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ മിസ്റ്റർ രാജു എന്നൊരാൾക്ക്, മിസ്റ്റർ രാജു, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ രാജു ഹാസ് 50 ഷെയർസ്, 50 ഷെയർസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ കേസ് നമ്പർ 1, he fails to pay allotment money, fails to pay allotment money, and finally his shares were forfeited. ശ്രദ്ധിക്കുക, അലോട്ട്മെന്റ് മണി അടച്ചില്ല, അതിനുശേഷം അയാളുടെ 50 ഷെയർ ഫോർഫിറ്റ് ചെയ്യണം. ആ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടിലാണ്. 10 രൂപ വിലയുള്ള ഷെയർ 1 രൂപ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തു. 50 ഷെയർ അയാളുടെ കൈവശം. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? അലോട്ട്മെന്റ് വരെ വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയണം. കോളപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് വരെയുള്ള പോർഷനാണ്. 3 1 പ്ലസ് ദിസ് 1, ഡിസ്കൗണ്ടിന്റെ 1 രൂപ അടക്കം 2 രൂപ. അപ്പോൾ 3 പ്ലസ് 2 5 രൂപ വരെ വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ അവിടെ എത്ര വരും? 3 പ്ലസ് 2 ഇൻറ്റു 50. 3 എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ്റെ 3 ആണ്. 2 എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റിൻ്റെ 2 ആണ്. 50 ഇസ് ഈക്വൽ ടു 250. 2 ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. 2 ഷെയർ അലോട്ട്മെൻറ്റ്, അലോട്ട്മെൻറ്റിൻ്റെ റുപ്പി 1. ശ്രദ്ധിക്കുക, റുപ്പി 1. 50 ഇൻറ്റു 1 അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് റുപ്പീസ് 50. 2 ഷെയർ ഫോർഫീറ്റഡ്, അടച്ച സംഖ്യ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഫോർഫീറ്റഡ് അടച്ച സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് മണി അടയ്ക്കാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം അതിന് തൊട്ട് മുമ്പുള്ള നോക്കുക, അപ്ലിക്കേഷൻ മണി റുപ്പീസ് 3 അടച്ചിട്ടുണ്ട്. 3 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 150. ഇനി എന്താ എന്നുള്ളത്? ഡിസ്കൗണ്ടിന് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസിനെ ഡെബിറ്റ് ചെയ്യും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ക്യാൻസൽ ചെയ്യുമ്പോൾ സംഭവിക്കുക. ഇവിടെ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് 1 രൂപ 50 ഷെയറിന് 50. അപ്പോൾ എത്രയായി? ഡെബിറ്റും ക്രെഡിറ്റും 150 റുപ്പീസായി. ഓക്കെ, ഇതൊരു കേസ്. ലെറ്റ് us go through the second stage or second case. രണ്ടാമതൊരു കേസിലോട്ട് പോവാം. ഫോർ എക്സാമ്പിൾ കേസ് നമ്പർ 2. രണ്ടാമത്തെ കേസിൽ he fails to pay allotment and first call. He fails to pay allotment and first call. Fails to pay allotment and first call. ഫസ്റ്റ് കോളും അലോട്ട്മെൻറ്റും അയാൾ എന്ത് ചെയ്തു? അടയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് വ്യക്തത കിട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ആപ്ലിക്കേഷൻ മണിയും എമൗണ്ട് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മണിയെ കുറിച്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്ലിക്കേഷൻ മണി 3, അലോട്ട്മെൻറ്റ് 1+1 ₹1, അലോട്ട്മെൻറ്റിന് ₹1 ഡിസ്കൗണ്ടും ചേർത്ത് ₹2. ഫസ്റ്റ് കോൾ നമ്മൾ എത്ര എഴുതി വെച്ചിരുന്നത്? ഫസ്റ്റ് കോൾ ഈസ് ഈക്വൽ ടു ₹3. ഫൈനൽ കോൾ ₹2. ഇനി നോക്കാം, ജേണൽ എൻട്രി നോക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് ആൻഡ് ഫസ്റ്റ് കോൾ. വിളിക്കപ്പെട്ടുള്ള സംഖ്യ നോക്കുക. ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് ആൻഡ് ഫസ്റ്റ് കോൾ. അപ്പോൾ അലോട്ട്മെന്റും വിളിച്ചിട്ടുണ്ട്, ഫസ്റ്റ് കോളും വിളിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റും ഫസ്റ്റ് കോളും വരെ വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോൾ വരെയുള്ള സംഖ്യ നോക്കുക. 3 + 2 + 3, 3 2 5 3 8. 8 × 50 = 400. 2 ഷെയർ അടയ്ക്കാത്ത സംഖ്യകൾ നോക്കുക. ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അടയ്ക്കാത്ത സംഖ്യ എങ്ങനെ വരിക? അലോട്ട്മെന്റിലേക്ക് 50 × 1 = 52. 2 ഷെയർ ഫസ്റ്റ് കോൾ. ഷെയർ ഫസ്റ്റ് കോൾ 3 ആണ്. നോക്കാം, ഷെയർ ഫസ്റ്റ് കോൾ 3 ആണ്. 3 × 50 = 150. ഇനി ഫോർഫീറ്റഡ് ഷെയർസ്. 2 ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അടച്ച സംഖ്യ എത്രയാണ്? ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് ആൻഡ് ഫസ്റ്റ് കോൾ. അതിനർത്ഥം അപ്ലിക്കേഷൻ മണി അടച്ചു. 3 × 50 = 150. ഇനി ഡിസ്കൗണ്ട്. 2 ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഡിസ്കൗണ്ട് സംഖ്യ എത്രയാണ്? ₹1 ഡിസ്കൗണ്ട്. 50 ഷെയറിന് 50. നോക്കുക, അപ്പോൾ എന്തായി? ഡെബിറ്റും ക്രെഡിറ്റും ₹400 ആയി എന്നുള്ളതാണ്. ഇതൊരു കേസ്. ഇനി മൂന്നാമതൊരു കേസ് പറയാം. കേസ് നമ്പർ 3. Mr. Raju has 50 shares and he fails to pay first call and final call. ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടച്ചിട്ടില്ല എന്ന്. fails to pay first call and final call. 2 കോളും അടച്ചിട്ടില്ല. ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല, ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഫൈനൽ കോൾ വരെ വിളിക്കപ്പെട്ടു എന്നർത്ഥം. 3 2 5 3 8 2 ₹10 വരെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ജേണൽ എൻട്രി. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ₹50 × 10 = 500. 2 അടയ്ക്കാത്ത സംഖ്യ. ഏതൊക്കെ അടയ്ക്കാത്തത് നോക്കുക. ഫെയിൽസ് ടു പേ ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 50 × ഫസ്റ്റ് കോളിൻ്റെ ₹3 വെച്ചിട്ട് 150. അടുത്തത് അടയ്ക്കാത്ത സംഖ്യ. 2 ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട്. സെക്കൻഡ് കോളിൻ്റെ എത്രയാണ്? ₹2 വെച്ചിട്ട് 50 × 2 = 100. ദെൻ അടച്ച സംഖ്യ. 2 ഫോർഫീറ്റഡ് ഷെയർസ്. അടയ്ക്കാത്ത സംഖ്യ ശ്രദ്ധിക്കുക. ഫെയിൽസ് ടു പേ ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഫെയിൽസ് ടു പേ ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ. അതിൻ്റെ അർത്ഥം അപ്ലിക്കേഷനും അലോട്ട്മെന്റും അടച്ചു എന്നർത്ഥം. അപ്പോൾ അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെന്റിൽ ഇവിടെ ₹1 ഡിസ്കൗണ്ട് ഒഴികെയുള്ള ₹1 4. അപ്പോൾ 50 ×
3 plus 1, 4 is equal to 200. ഇനി എന്താണ് ഡിസ്കൗണ്ട്? ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. 50 ഷെയറിന് 1 രൂപയുടെ ഡിസ്കൗണ്ടിൽ 50. ഇനി നോക്കുക, 500 ആയോ? 150, 250, 450, 500. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലാണ്. ഇതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. അത് തന്നെ എന്ത് ചെയ്യാണ് ഇപ്പോൾ ഫോർഫീറ്റ് ചെയ്യാം. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള സാഹചര്യത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.